പ്രഖ്യാപന സമയം മുതൽ തിയേറ്ററുകളിൽ എത്തുന്നതുവരെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് എമ്പുരാൻ. ചിത്രം തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ നിരവധി വിവാദങ്ങൾക്കും തിരികൊളുത്തുകയുണ്ടായി. എന്നിരുന്നാലും മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് എമ്പുരാൻ. നിരവധി സർപ്രൈസ് എലമെന്റുകൾ ഒരുക്കിയാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഘട്ടംഘട്ടമായി എത്തിയ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പുറത്തുവന്ന ക്യാരക്ടർ പോസ്റ്ററുകളിൽ ചുവന്ന ഡ്രാഗൺ പതിപ്പിച്ച ഷർട്ടിന് പിന്നിലെ മുഖം ആരുടേതെന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേരുകളും ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോഴത്തെ താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ആഫ്രോ ചൈനീസ് നെക്സസായ ഷെൻട്രയാഡിന്റെ അധിപനായ ഷെൻലോങ് ഷെൻ എന്ന കഥാപാത്രമായി എത്തുന്ന നടൻ റെക്യൂണിന്റേതായിരുന്നു ആ ചിത്രം. കറുത്ത വസ്ത്രം ധരിച്ച പരുഷമായ മുഖഭാവത്തോടെയുള്ള ഷെൻലോങ് ഷെന്നിനെയാണ് പോസ്റ്ററിൽ കാണുന്നത്. ലൂസിഫറിൽ സ്റ്റീഫനത്തെ എതിരാളിയായിരുന്നു വിവേക് ഒബ്രോയി എങ്കിൽ എമ്പുരാനിൽ അഭിമന്യു സിംഗിനെ പ്രേക്ഷകർക്ക് അത്രയങ്ങ് രസിച്ചിരുന്നില്ല. എന്തായാലും മൂന്നാം ഭാഗത്തിൽ എബ്രാം ഖുറേഷിയുടെ എതിരാളിയായി റെക്യൂൺ എത്തുമെന്ന സൂചനകൾ നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇതോടെ കിടിലൻ ഫൈറ്റ് സീനുകളാണ് പ്രേക്ഷകർ ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിൽ പ്രതീക്ഷിക്കുന്നത്. കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റെക്യൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിഞ്ച അസാസിൻ, ഒളിമ്പസ് ഹാസ് ഹോളൻ തുടങ്ങിയ സിനിമകളിൽ റിക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മാർച്ച് 27 റിലീസായ എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ എതിർപ്പും സൈബർ അറ്റാക്കും ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായതായി മോഹൻലാലും അണിയറ പ്രവർത്തകരും അറിയിച്ചിരുന്നു. റീ എഡിറ്റിംഗ് കഴിഞ്ഞ എമ്പുരാൻ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ 24 മാറ്റങ്ങളാണ് എമ്പുരാൻ ആദ്യ പതിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ബുക്കിംഗിൽ നേരിയ കുറവ് കാണുന്നുണ്ടെങ്കിലും റീ എഡിറ്റിംഗ് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.